إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അർഹമുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദുൽഹിജ്ജയിലെ 1 തുടങ്ങിയുള്ള ദിവസങ്ങളിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഭവനമായ ഈ പള്ളിയിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും ഓരോ സമയവും ഒരു വിശ്വാസിക്ക് അവസരം നൽകുക എന്നതും അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ നൽകുക എന്നതൊക്കെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമായി നമ്മൾ മനസ്സിലാക്കുകയും ശുക്റുള്ളവരായി ജീവിക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താൻ. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമഗുണ വിശേഷണങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ഇബ്രാഹിമി മില്ലത്തിലെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി.
ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ തവക്കുലും ആ പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ച അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക എന്ന വിഷയത്തിലെ സൂക്ഷ്മതയും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കണ്ട് നമ്മുടെ കാര്യങ്ങൾ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുമൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നാം ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ വക്കീൽ എന്ന നാമം 14 സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. വക്കീൽ എന്നാൽ അടിമകളുടെ ഉപജീവനം ഏറ്റെടുക്കുന്നവൻ, അവർക്ക് എല്ലാത്തിനും മതിയായവൻ എന്നാണ്. വക്കീൽ എന്നാൽ ഒരു അടിമ, നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമ്മുടെ ഉപജീവനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തവനാണ് എന്നും ആ ഏറ്റെടുത്ത റബ്ബ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മതിയായവനുമാണ് എന്നുള്ള വിശ്വാസമാണ് അള്ളാഹുവിന്റെ വിശേഷണമായ വക്കീലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും തൻ്റെ ജീവിതത്തിൽ തൻ്റെ മകനെയും ഹാജറിനെയും മക്ക എന്ന തരിശായ ഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് ഏൽപ്പിച്ചു പോകുമ്പോൾ തീർച്ചയായും ഒറ്റപ്പെടലുകളുടെ, പ്രയാസങ്ങളുടെ അവസ്ഥ മനുഷ്യരെന്ന നിലയിൽ ഹാജറിനും തൻ്റെ മകനും വന്നു ഭവിക്കുക എന്നത് സ്വാഭാവികമാണ് എന്ന് തിരിച്ചറിയാത്ത പ്രവാചകനൻ. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന കൃത്യമായ ബോധം ആ പ്രവാചകൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ച് ആ പ്രവാചകൻ ഒരു തുള്ളി ഒരുറ്റ് ജലം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, ഭക്ഷണത്തിനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലത്ത് തൻ്റെ ഇണയെയും മകനെയും ആക്കിപ്പോകാൻ ആ പ്രവാചകനെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിന്റെ രണഭൂമിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബത്തിനും പരാജയത്തിന്റെ വിജയമില്ലാത്തൊരവസ്ഥ പ്രവാചകനും സ്വഹാബത്തിനും അനുഭവിക്കേണ്ടി വന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് അബൂ സുഫിയാനും കൂട്ടരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബത്തിനോടും ബദറിന്റെ രണഭൂമിയിൽ ഇനിയും കാണാം, അവർ ആർത്തട്ടഹസിച്ചുകൊണ്ട് പ്രവാചകനെയും സ്വഹാബത്തിനെയും പരിഹസിച്ച രംഗമൊക്കെ ചരിത്രത്തിൽ പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ ആ വെല്ലുവിളി, ആ മുനാഫിക്കുകളായ അല്ലെങ്കിൽ കപടന്മാരായ ആളുകൾ പ്രവാചകനെയും സ്വഹാബത്തിനെയും പരിഹസിച്ചതിന്റെ രംഗത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും, തീർച്ചയായും പ്രവാചകരെ താങ്കൾക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാർ അവർ താങ്കളെ ഭയപ്പെടുത്തുകയാണ്. ഫഖ്ശൗഹും, മുഅ്മിനുകളായ ഈമാനുള്ള സത്യവിശ്വാസികളായ മനുഷ്യന്മാരെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം അവരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ ഫസാദഹും ഈമാന, വിശ്വാസികളായ ആളുകൾക്ക് ഈമാൻ വർദ്ധിച്ചു എന്ന്. ഫസാദഹും ഈമാൻ, അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു അല്ലാഹു. എന്തേ കാരണം? അവർ പറഞ്ഞു വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കുവാൻ അവൻ എത്ര ഉത്തമനാണ്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത്, തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബി പറയുന്നത് ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എന്റെ അല്ലാഹ് മതി, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കുവാൻ അവൻ എത്ര ഉത്തമനാണ് എന്ന് പറയുന്നത്. നമ്മുടെ കാര്യങ്ങളെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്ത് ഒരു വിശ്വാസിയുടെ നിലപാട് അത് ശരിയായിരിക്കണമെന്ന് മുനാഫിക്കുകൾ ഭയപ്പെടുത്തുമ്പോൾ, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, സ്വഹാബത്തിനെ അവർ ഉഹുദിന്റെ രണാങ്കണത്തിൽ പരാജയപ്പെടുത്തിയതിന്റെ സന്തോഷം പങ്കിടുമ്പോൾ, വിശ്വാസികളായ ആളുകൾ ചെയ്തത് അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു എന്നാണ്. ഇനി വരട്ടെ, ഇനി വരാനുള്ള
ബദറിന്റെ രണാങ്കണം വരട്ടെ. അതിനുവേണ്ടിയുള്ള സ്വരുക്കൂട്ടലുകൾ അവർ നടത്തി. അവർ എല്ലാ രംഗത്തും വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ബദറിന്റെ രണഭൂമിയിലേക്ക്, രണ്ടാം ബദറിന്റെ രണഭൂമിയിലേക്ക് പ്രവാചകനും സഹാബത്തും നടന്നെടുക്കുമ്പോ അവിശ്വാസികളായ ആളുകൾ അവിടെ വന്നില്ല. യുദ്ധത്തിനു വേണ്ടി അവിടെ വരാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ വമ്പിച്ച ലാഭം കൊയ്ത് വലിയ കച്ചവടം നടത്തി പ്രവാചകനും സഹാബത്തും അവിടെ നിന്ന് തിരിച്ചു മടങ്ങുന്ന ഒരു രംഗമുണ്ട്. എന്തേ അതിന് കാരണം? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി, അവനാണ് ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമനായവൻ എന്നുള്ള വിശ്വാസമായിരുന്നു. ഭയപ്പെടുത്തുന്ന ആളുകൾ എത്ര കണ്ട് ഭയപ്പെടുത്തിയാൽ, പ്രയാസങ്ങൾ വരുത്തുന്ന ആളുകൾ എത്ര കണ്ട് പ്രയാസങ്ങൾ വരുത്തിയാലും എനിക്ക് വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നുള്ള ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നുള്ള, ഞാൻ എൻ്റെ റബ്ബിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള അപൂർണമായ വിശ്വാസമായിരുന്നു സഹാബത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഉണ്ടായിരുന്നു. ഇന്നും ഇത്തരം കപട വിശ്വാസികളായ ആളുകളുണ്ട്. പലതും പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തും, അവർ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. നമുക്ക് പല ഓഫറുകളും നൽകും. നിങ്ങൾക്ക് ഇന്ന രൂപത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം, ഈ ദീനിയായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോട് പരാമർശിക്കാൻ പാടില്ല, നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടമായി തീരും. ദുനിയാവിന്റെ വിഷയങ്ങളിലായാലും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്തു തരാം, എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കനുസരിച്ച് കൊണ്ട് നിൽക്കണമെന്ന് പറയുന്ന ആളുകൾ ഓഫറുകൾ നൽകിക്കൊണ്ട് പരാജയത്തിന്റെയും ഭയപ്പെടുത്തലിന്റെയും ഒക്കെ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്ക് എതിരെ സംസാരിക്കുന്ന മനുഷ്യന്മാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മുഅ്മിനിന്റെ നിലപാട്, ഒരു പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും ഉൾക്കൊള്ളുന്ന വിശ്വാസിയുടെ നിലപാട്, പരിശുദ്ധ ഖുർആൻ ഞാൻ ആമുഖമായി ഓതി വെച്ച വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അല്ലാഹു മനുഷ്യർക്ക് ഉപജീവനം നൽകും. എങ്ങനെയുള്ള മനുഷ്യർക്ക്? മുഅ്മിനുകളായ ആളുകൾക്ക്. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവർ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വഴികൾ ഉണ്ടാകും, പക്ഷേ ആ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് ഉപജീവനം നൽകുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. എന്തേതിനുള്ള കാരണമായി അല്ലാഹു പറയുന്നത് വമയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അല്ലാഹുവിനെ ഭരമേൽപ്പിച്ച മനുഷ്യർക്ക് അല്ലാഹു തന്നെ മതിയായവനാണ്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അല്ലാഹു അവന്റെ കാര്യങ്ങൾ പ്രാപിക്കുന്നവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ, എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. തീരുമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എടുക്കുന്നത്. അല്ലാഹു ഖദറാക്കിയ ഒരു കാര്യം ഒരിക്കലും നമ്മളിൽ നിന്ന് മാറിപ്പോവുകയില്ല. അല്ലാഹു ഖദറാക്കാത്ത ഒരു കാര്യം ഒരിക്കലും നമ്മിലേക്ക് വന്നു ചേരുകയില്ല. അതൊരു മുഅ്മിനിന്റെ വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ തവക്കുലാക്കണം. തഫ്സീർ സഅദിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഫീ അംരി ദീനിഹി വ ദുനിയാഹു, നമ്മുടെ ദുനിയാവിന്റെ കാര്യമാകട്ടെ ആഖിറത്തിന്റെ കാര്യമാകട്ടെ, ദീനിന്റെ കാര്യമാകട്ടെ ദുനിയാവിന്റെ കാര്യമാകട്ടെ, രണ്ടിലേതുമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ അവലംബിച്ചു കഴിഞ്ഞാൽ, ഒരാൾ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവെ ഒരു മനുഷ്യൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഫി ജൽബി മാ യൻഫഉഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉപകാരമുള്ളത് അവനിലേക്ക് വലിച്ചു കൊണ്ടുവരും. വദഫ്ഇ മാ യളറുഹു, അവന് പ്രയാസമുള്ള ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുകയും ചെയ്യും. എത്ര മനോഹരമായ വിശദീകരണമാണ്. നമുക്ക് പല പ്രയാസങ്ങളും വരുമ്പോൾ ഇത് ഇന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയ ഒരു കാര്യം അത് മാത്രമേ നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ. അല്ലാഹു ഖദറാക്കാത്ത ഒരു കാര്യം എന്റെ ജീവിതത്തിൽ കടന്നു വരികയില്ല എന്ന വിശ്വാസമാണ് മുഅ്മിനിന് ഉണ്ടാകേണ്ടത് എന്ന് തഫ്സീർ സഅദിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു മതിയായവനാകണം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല മതിയായവനാണ് എന്നൊരു വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭരമേൽപ്പിച്ചാൽ, ഹഖ്ഖ തവക്കുലിഹി, ഭരമേൽപ്പിക്കേണ്ട പോലെ നിങ്ങൾ അല്ലാഹുവിനെ ഈ ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്താൽ, ഒരു ബേജാറും വേണ്ട, ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു പ്രയാസങ്ങളും മനസ്സിൽ കരുതാതെ, ഒരു വിഷയത്തിൽ ഒരു നിലപാടായി
അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട പോലെ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകും. എപ്രകാരമാണ് ഒരു പക്ഷിക്ക് ആകാശത്തിലൂടെ പറന്നു നീങ്ങുന്ന, അല്ലെങ്കിൽ ഒരു മരച്ചില്ലയിൽ വളരെ അകലെ കൂടുകൂട്ടിയിരിക്കുന്ന ഒരു പക്ഷിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണോ ഉപജീവനം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്, അത് അതിന്റെ ഒട്ടിയ വയറുമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് അത് പറന്നകന്ന് പോയി അതിന്റെ ഭക്ഷണം കണ്ടെത്തുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകുന്നു. ളാമിറത്തുൽ ബുത്തൂൻ എന്ന ഒരുവന്റെ ആ ഒട്ടിയ വയറ്, ആ വിശപ്പടക്കാനുള്ള ആ ഒരു പ്രയാസം നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷികൾ അതിന്റെ ഭക്ഷണം തേടി അതിന്റെ കൂട് വിട്ട് പറന്നു നീങ്ങുന്നത് എങ്കിൽ അത് തിരിച്ചു മടങ്ങിയെത്തുക അതിന്റെ വയർ വീർപ്പിച്ചിട്ടായിരിക്കും. വേണമെങ്കിൽ തന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം അതിന്റെ കൊക്കിൽ സ്വരൂപിച്ചു വെച്ചിട്ടായിരിക്കും പക്ഷികൾ തിരിച്ചു പറന്നെത്തുക. അതുപോലെയാണ് അള്ളാഹുവിനെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് വരമേൽപ്പിക്കേണ്ട പോലെ വരമേൽപ്പിച്ചാൽ അള്ളാഹു അപ്രകാരം മനുഷ്യർക്ക് ഉപജീവനം നൽകുന്നത്. മനുഷ്യൻ എന്നാൽ അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട പോലെ ഒരു മനുഷ്യൻ തവക്കുലാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവന്റെ ഹൃദയത്തെ ബന്ധിച്ചവനായി തീരുമെന്ന്. നമ്മുടെ മനുഷ്യരായ നമ്മൾ ആ അള്ളാഹുവിൽ വരമേൽപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാണ് എവിടെ നിൽക്കേണ്ടത്. അതിങ്ങനെ ഇളകാൻ പാടില്ല, അതിങ്ങനെ ചലിക്കാൻ പാടില്ല, അതിങ്ങനെ ആ ഒരു പ്രയാസത്തിലാകാൻ പാടില്ല. മറിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്, റബ്ബ് അതിന് പരിഹാരം കണ്ടെത്തും എന്ന വിശ്വാസം മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകണമെന്ന്. അള്ളാഹുവുമായുള്ള ഹൃദയബന്ധമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകുന്നത്. മനുഷ്യന്റെ പ്രശ്നങ്ങൾ അത് കുറയ്ക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുക. ഒരിക്കലും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ എന്ത് ചെയ്യൂല, അതിങ്ങനെ വർദ്ധിപ്പിക്കാൻ നോക്കൂല. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസായിൽ പറയുന്നുണ്ട്, 28-ാമത്തെ വചനം. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് ആ പ്രയാസങ്ങളെ കുറയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വഖുലിഖൽ ഇൻസാനു ദഈഫ, പക്ഷേ മനുഷ്യർ ദുർബലരാണ്. നമ്മളിങ്ങനെ വലിയ ശരീരവും അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള രൂപഭാവങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ട് എങ്കിലും മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ദുർബലരാണ്. അള്ളാഹു പറയാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രയാസപ്പെടുത്തൂല, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം നൽകും. പക്ഷെ എന്നിട്ടൊരു ബേജാറാണ് നമുക്ക്, ഇനി പ്രയാസം വരുമോ, അതിങ്ങനെ ആകുമോ, ഒരു രോഗം വന്നാൽ ആ രോഗം ഇങ്ങനെ ആയിത്തീരുമോ, അതങ്ങനെ ആയിത്തീരും, ഇന്നാൾക്ക് വന്നോലാവോ, ഇങ്ങനെ ഒരു ടെൻഷൻ പിടിച്ചൊരു മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വരാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല വരുത്തിയാൽ അതിൽ ക്ഷമ കാണിക്കുകയും പൊറുതുകേട് കാണിക്കാതിരിക്കലുമാണ് വിശ്വാസിയുടെ അടയാളം. മനുഷ്യൻ തവക്കുലിന്റെ വിഷയത്തിൽ അക്ഷമനാണ് എന്ന്. തവക്കുല് ആക്കിയ മനുഷ്യന്മാർക്ക് ടെൻഷന്റെ ആവശ്യമില്ല. അവർ പരാജയപ്പെടുമോ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഇങ്ങനെ വന്നു ചേരുമോ, വിലാപങ്ങൾ പറയുന്ന ഒരവസ്ഥ, ഇതൊന്തൊരു പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിലപിക്കുന്ന അവസ്ഥ, ഇതൊന്നും വിശ്വാസിക്ക് പാടില്ല എന്ന്. സന്തോഷങ്ങൾ അത് വന്നു ചേരുമ്പോഴും അങ്ങനെ തന്നെയാണ്. സന്തോഷം കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, അള്ളാഹു എനിക്കത് നൽകാൻ വേണ്ടി എല്ലാ തൗഫീഖും അള്ളാഹു എനിക്ക് നൽകിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ഒരു മുഅ്മിന് കഴിയണമെന്ന്. ലഭിക്കാനുള്ള നേട്ടങ്ങൾ അതിങ്ങനെ വേഗമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയാസം വരുമ്പോൾ അതിന്റെ പേരിൽ ടെൻഷൻ. ഇനി ഒരു അനുഗ്രഹം കിട്ടാണ്ടിരിക്കുകയാണെങ്കിലോ ആ കിട്ടുന്നതിനെ ഒന്ന് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരായി നമ്മൾ പലപ്പോഴും മാറിത്തീരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ അപ്രവാചകൻ എത്ര കാലമാണ് തന്റെ മകനെയും ഭാര്യയെയും പിരിഞ്ഞ് ആ ക്ഷമയോടുകൂടി ഇരുന്നത്. ആ ക്ഷമയുടെ അനന്തരഫലം എന്തായിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും മകനെയും കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ വന്നു ചേരുന്ന, ഹാജിമാര് വന്നു ചേരുന്ന ആ ഭവനം കെട്ടിപ്പടുക്കുന്നത്. പ്രവാചകൻ പറയും, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. റബ്ബേ, ഇത് സ്വീകരിക്കണേ, ഞങ്ങൾ ഈ പുണ്യം ചെയ്തു, ഈ വലിയൊരു പുണ്യം നീ ഞങ്ങളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. റബ്ബന തഖബ്ബൽ മിൻ, അമലുകൾ ചെയ്തിട്ട് ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. നല്ല കാര്യങ്ങൾ നിസ്കരിച്ചു, നോമ്പെടുത്തു, ആ സ്വതക്കകൾ നൽകി, എല്ലാ അമലുകളും ചെയ്തു. പക്ഷെ പലപ്പോഴും നമ്മൾ റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പറയാറുണ്ട്. റബ്ബേ, ഇത് സ്വീകരിക്കണേ, എന്റെ ഈ അമല് സ്വീകരിക്കണേ. ഖുർആൻ പാരായണം ചെയ്യുന്നു, നമസ്കരിക്കുന്നു, ദിക്റുകൾ എടുക്കുന്നു, ഇതെല്ലാം അല്ലാഹു സ്വീകരിച്ചാലേ നമുക്കതിന് കൂലി കിട്ടും.
ആ കൂലി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ആയിത്തീരാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട പോലെ ഓരോ വിഷയങ്ങളും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. എത്ര കാലമാണ് ആ പ്രവാചകൻ തൻ്റെ ഭാര്യയെയും മകനെയും ആ പ്രയാസത്തിലും ക്ഷമയോടുകൂടിയിരുന്നത്. ആ ക്ഷമയുടെ അനന്തര ഫലമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് പിന്നീട് ലഭിച്ച കാര്യങ്ങളല്ലേ. അതുകൊണ്ട് മാറുവാനുള്ള പ്രയാസം, വേഗം നീങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവുമായി ബന്ധിപ്പിച്ചു കൊടുത്ത് ഇർത്തിബാത്ത് ചെയ്ത് നമ്മുടെ കൽബിനെ അള്ളാഹുവിലേക്ക് കെട്ടിയിടാൻ നമ്മൾ സന്നദ്ധരാകണം. നമ്മുടെ ഹൃദയം റബ്ബുമായി സദാ ബന്ധമുള്ള ഒരവസ്ഥയിലേക്ക് ഉയർന്നു വരണമെന്ന്. അതുപോലെ തന്നെ സന്തോഷങ്ങൾ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് റബ്ബിനോട് തേടാനും ആ റബ്ബ് നൽകിയ തൗഫീഖിന്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് ഹംദുകൾ പറയാനും ഒക്കെ നമുക്ക് കഴിയണം. ഒരു രോഗിയായ മനുഷ്യൻ, അവന്റെ പ്രശ്നം അത് രോഗമാണ്. നമ്മൾ രോഗികളായാൽ, അത് നമുക്കൊരു വിഷമം വന്നാൽ, നമ്മൾ രോഗിയായിത്തീർന്നാൽ അതിന് അനുയോജ്യമായ മരുന്ന് നമ്മൾ കഴിക്കും. എന്നാൽ മനസ്സിങ്ങനെ ആടി ഉലഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നാൽ, അതുപോലെ തന്നെ മനസ്സിങ്ങനെ ചാഞ്ചല്യമാകുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം പോലും തെറ്റിപ്പോകും. രോഗം വരുമ്പോൾ പല ആളുകളും തങ്ങളെ ഒന്ന് കണ്ടാലോ, ഒരു ഉറുക്ക് ബന്ധിച്ച് കെട്ടിയാലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ദർഗയിലേക്കൊന്ന് പോയാലോ, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലുള്ള അള്ളാഹു അനുവദിക്കാത്ത ഹറാമായ മാർഗങ്ങൾ സ്വീകരിച്ചാലോ എന്നൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കാറുണ്ട്. എന്താ കാരണം? അവന്റെ തവക്കുല് ശരിയായിട്ടില്ല എന്നതുകൊണ്ട്. അങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണെങ്കിലോ, മറ്റൊരാളാകട്ടെ അയാൾക്ക് രോഗം വന്നു, ആ രോഗം വരുന്ന സമയത്ത് അയാൾ മരുന്ന് കഴിക്കുന്നു. ആ മരുന്ന് കഴിച്ചതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രോഗം മാറ്റി തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അയാൾ ജീവിക്കും. അതാണ് തവക്കുൽ. ഏതാണ് പ്രതീക്ഷ? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ രോഗം മാറ്റുമെന്നുള്ള പ്രതീക്ഷ. അതാണ് ഇബ്രാഹിം നബി പറയും, വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്റെ രോഗം അത് ശമിപ്പിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് പറഞ്ഞത് അവിടെയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ, നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തു വേണം? ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിലോ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തവക്കുലാക്കുന്നവരെ, വരമേൽപ്പിച്ചു കൊടുക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ ഇഷ്ടമാണ് എന്നാണ്. അപ്പൊ നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ആരാവണം? നമ്മൾ തവക്കുൽ അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകളാകണം. അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയണം. വരം അള്ളാഹുവിനെ ഏൽപ്പിക്കണം. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണവൻ അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസം. അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അവൻ അള്ളാഹ് തന്നെ മതി എന്ന് 65-ാം അധ്യായം 3-ാം വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ വരമേൽപ്പിക്കുന്നവന്റെ മനസ്സ് ശാന്തമായി തീരും. എന്തുണ്ടെങ്കിൽ തവക്കുൽ ക്ലിയർ ആണെങ്കിൽ അവന്റെ മനസ്സിലൊരു ടെൻഷൻ. ചില ആളുകളെ കണ്ടിട്ടില്ല, അയാൾ ഇങ്ങനെ വലിയ പ്രയാസമൊക്കെ ആയിരിക്കും, പക്ഷെ 5 നേരം പള്ളിയിൽ വരുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, ദിക്റുകൾ എടുക്കുന്നു, പക്ഷെ വലിയ വലിയ പ്രയാസങ്ങൾ അയാൾ അനുഭവിക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സ് ശാന്തമായിരിക്കും. കാര്യം എന്താണ്? എനിക്ക് വരാനുള്ളത് ഒരിക്കലും അത് അള്ളാഹു നിശ്ചയിച്ച ഏതൊരു കാര്യമാണോ അത് നമ്മളിൽ നിന്ന് മാറാതെ തന്നെ ഇങ്ങനെ വരുമെന്നുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ ആ പ്രയാസം അത് നീങ്ങിക്കിട്ടുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടേ പറ്റൂ എന്നുള്ള വിശ്വാസം കൊണ്ട് അയാൾ അങ്ങനെ ജീവിക്കും. അപ്പോൾ ഹൃദയത്തിന് അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധം വേണം, അപ്പോഴേ നമുക്ക് സമാധാനം കിട്ടുമെന്ന്. ഹൃദയമെന്ന കടലിലെ ആ ഓരോ സെക്കൻഡുകളും, ഹൃദയമെന്ന ആ കടൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. പ്രക്ഷുബ്ധമാണ് നമ്മുടെ മനസ്സ്. പക്ഷേ ആ കടൽ ഇങ്ങനെ ഇളകുമ്പോൾ, അതിങ്ങനെ ചിന്തകൾ കൊണ്ട് ഇങ്ങനെ ഇളകുമ്പോൾ, ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ റബ്ബ് എനിക്ക് ആ പ്രയാസം മാറ്റിത്തരും, അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാലേ എനിക്ക് പ്രയാസം മാറൂ എന്ന് വിചാരിക്കുന്നിടത്താണ് ഒരു മുഅ്മിനിന്റെ പ്രതീക്ഷയും അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനവും എന്നത്. സഅദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, തവക്കുൽ അലല്ലാഹ് ജിമാഉൽ ഈമാൻ, അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്നാണ് മഹാനായ സഅദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ഇസ്സു വൽ ഗിന, പ്രതാപവും അതുപോലെ തന്നെ ഗിനയും ഐശ്വര്യവും എന്നത് യജൂലാനി ഫീ തലബി തവക്കുൽ, അവ രണ്ടും തവക്കുലിനെ വലിച്ചു കൊണ്ടുവരുമെന്ന്. അതുപോലെ തന്നെ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു, എന്താണ് തവക്കുൽ എന്നത്? തവക്കുൽ എന്ന് പറഞ്ഞു തരാൻ പറ്റൂ? എന്താണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറയുന്നു, തവക്കുല ഹുസ്നുൽ ളന്ന ബില്ലാഹി അസ്സ വജല്ല, തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൽവിചാരത്തോടു കൂടി വരമേൽപ്പിച്ചു കൊടുക്കല എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് നല്ല സൽവിചാരം ഉണ്ടാകണം. ഉള്ളില്
റബ്ബിനെ കുറിച്ച് ഒരു ഡൗട്ടും ഒരു സംശയം എനിക്കില്ല. അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ഒരു സംശയവും ഇല്ലാതെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് തവക്കുൽ എന്ന് പറയും. സൽവിചാരം തന്നെയാണ് തവക്കുൽ എന്നാണ്. ഇപ്പൊ മനസ്സ് പാകപ്പെടാതെ ഉള്ള തവക്കുൽ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓരോ വിഷയത്തിനും ചെയ്തു വെക്കണം. ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാളുടെ കച്ചവടത്തിന് വേണ്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. പക്ഷേ അതിൽ ഉപജീവനം നൽകുന്നവനാരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല. എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടും ചിലപ്പോൾ ചില ദിവസം നമുക്ക് അത്രത്തോളം കച്ചവടം ലഭിക്കണമെന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പോ നമുക്കത് കിട്ടാത്തത് എന്താണ്? അള്ളാന്റെ തീരുമാനമാണ്. അന്ന് ലാഭം കിട്ടിയില്ല, മറ്റൊരിക്കലും ഇൻഷാ അല്ലാഹ് അത് കിട്ടും. ഇത് പ്രതീക്ഷയാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചു, തവക്കുലാക്കി, എന്നിട്ട് നമുക്ക് കിട്ടണില്ല. അത് നമുക്ക് അള്ളാഹു വിധിച്ചിട്ടില്ല, അത് ഖദറാക്കിയിട്ടില്ല അള്ളാഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് പറയുന്നുണ്ട്, ഖാല റജുലുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, അർസല നാഖതി, ഞാൻ എൻ്റെ ഒട്ടകത്തിന് ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ട്, വാ തവക്കലു, ഞാൻ തവക്കുലാക്കിയിട്ടുണ്ട്. ചില ആളുകളില്ലേ, എന്താണ് ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്യുന്ന ചില മനുഷ്യന്മാര് ചില ആളുകളെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോകും. അയാൾ പിന്നെ ആ കച്ചവടം ശ്രദ്ധിക്കുകയില്ല, അതിന്റെ കാര്യങ്ങൾ നോക്കുകയില്ല, എത്രത്തോളം അതിന്റെ വരുമാനം കിട്ടുന്നു മൈൻഡ് ചെയ്യും. അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും? അതിൽ ലാഭം ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണില്ല. ഒരാളെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ വേറെ മാറിപ്പോയി. വലിയ ബിസിനസ്സിൽ എന്തായി? വലിയ പ്രയാസങ്ങൾ വരും. അത് ഏതൊരു കാര്യത്തിലായാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. ഉദാഹരണം ബിസിനസ് പറഞ്ഞത് നമ്മൾ പല ആളുകളും കച്ചവടക്കാരായതുകൊണ്ട്. ഇതുപോലെ ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു ഒട്ടകത്തിനെ അയാൾ കെട്ടിയിടാതെ ഇങ്ങനെ അഴിച്ചു, എന്നിട്ട് തവക്കുലാക്കി. ഇപ്പൊ പ്രവാചകൻ പറഞ്ഞു, കാല അഴക്കിൽഹാ, നീ അതിനെ ബന്ധിച്ച് നിർത്തണം, തവക്കൽ, എന്നിട്ട് തവക്കുലാക്കണം. അപ്പൊ ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കാം. പക്ഷെ അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് വേണം? അത് നമ്മൾ ചെയ്തു തീർക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയും. മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കറുമായി ഒരു ഗുഹയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോ ശത്രു തൊട്ട് മുകളിലെത്തി. പ്രവാചകനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ കാണുമാറ് ശത്രുക്കൾ ഇങ്ങനെ പാത്തു നിൽക്കുകയും പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഇങ്ങനെ ഗുഹയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു രംഗം പ്രവാചകൻ പറയുന്നു, അന്ന അഹദുഹും നളറ തഹ്ത ഖദമൈഹി, അവരെങ്ങാനും അവരുടെ കാലുകൾക്കിടയിലൂടെ പ്രവാചകരെ താഴേക്ക് നോക്കിയാൽ ലഅബ്സറനാ മിൻ തഹ്, അവർ നമ്മളെ താഴേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണും. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ലന്നുക ബിഇസ്നൈനി, അല്ലാഹു, എന്താണ് അബൂബക്കറെ രണ്ടുപേരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് താങ്കളുടെ വിചാരം എന്താണ്? ബിഇസ്നൈനില്ലാഹി സാലിസുഹുമാ, അവരുടെ കൂടെ മൂന്നാമനായി അള്ളാഹു ഉണ്ട് എന്ന വിഷയത്തിൽ നിന്റെ അഭിപ്രായം എന്താണ് അബൂബക്കറെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് എന്നോട് ചോദിക്കുന്നു. കാര്യം എന്താണ്? അവരിങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, വളരെ വൃത്തിയായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ അവരവിടെ നിന്ന് മാറിപ്പോയി. പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹാമുഖത്തു നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ് അവർ യാത്ര പോകുന്നത്, അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് യാത്ര പോകുന്നത്. അപ്പോൾ മൂന്നാമനായി അള്ളാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസം എല്ലാ രംഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് റബ്ബിന്റെ പാർശ്വത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാൻ പാടില്ല. വിശ്വാസത്തിൽ പ്രധാനമായും നമ്മൾ അകന്നു പോകുന്ന ഒരവസ്ഥ മുഅ്മിനുകളായ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്. മറ്റൊന്നിലേക്കും അഭയം പ്രാപിക്കാത്ത വിശ്വാസം അത് ഹൃദയത്തിൽ ഉണ്ടാകണം. തവക്കുലിന്റെ രൂപം അങ്ങനെയാണ്, ഹൃദയത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കണം. അത് സദാസമയവും നമ്മൾ തവക്കുലിന്റെ വിഷയത്തിൽ സൂക്ഷ്മതയുള്ളവരാകണം. അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ സദാസമയവും ജാഗ്രത ഉള്ള മനുഷ്യരായി മാറണമെന്നാണ് സൂചിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരത്തോടു കൂടി തവക്കുലാക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന
മുഅ്മിനുകളായി നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഏതാനും ചില വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും തവക്കുലുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് ഒന്നാമത്തെ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, വയംസസ്ഖല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ വഇൻ യുരിദക ബിഖൈറിൻ ഫലാ റാദ ലിഫളിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഒരു ഉപദ്രവം വരണമെന്ന് തീരുമാനിച്ചാൽ, എനിക്കൊരു പ്രയാസം വരണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ, വയംസസ്ഖല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ അല്ലാഹു അല്ലാതെ അത് നീക്കാൻ മറ്റൊരാളുമില്ല എന്ന വിശ്വാസം വിശ്വാസിക്ക് ഉണ്ടാകണമെന്ന്. അല്ലാഹു എങ്ങാനും ഒരു ഖൈർ, ഒരു നന്മ എന്നിലേക്കും നിങ്ങളിലേക്കുമൊക്കെ വരാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു ഒരു ഖൈർ നമ്മിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ഫലാ റാദ ലിഫളിഹി അള്ളാഹുവിന്റെ ഫളല് കൊണ്ട് അത് തടയാനും ഒരാളുമില്ല എന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് ഏത് ഖൈറാകട്ടെ ഷർറാകട്ടെ, ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഖൈറും ഷർറും അല്ലാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്. അല്ലാഹു തീരുമാനിച്ചാൽ അത് നമ്മളിലേക്ക് വന്നു തരുമെന്നുള്ള വിശ്വാസം അത് നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അതുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒന്നിനെ ആശ്രയിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മരുന്നുകൾ കഴിക്കാം, രോഗങ്ങൾ മാറ്റാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണുള്ളത്. അല്ലാഹു മാത്രമാണ് ഷാഫിയായവൻ, ഷിഫ നൽകുന്നവൻ. മരുന്ന് കഴിക്കുക എന്നതിലൊരു കാരണം മാത്രമാണ്. ഏതൊരു കാരണം കൊണ്ടാണോ ആ രോഗം മാറുന്നത്, ആ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് ഭൂമിയിൽ. അതുമൂലം എന്ത് ചെയ്യും? നമ്മുടെ രോഗം മാറും, നമ്മുടെ പ്രയാസങ്ങൾ മാറും. പക്ഷേ അല്ലാഹു അല്ലാത്ത ഒന്നിനെ ആശ്രയിക്കും നമ്മുടെ ഹൃദയം പ്രാർത്ഥനയുടെ രൂപത്തിലാകട്ടെ, തവക്കുലിന്റെ രൂപത്തിലാകട്ടെ, ഒന്നും അത് മാറിപ്പോകാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. നമ്മൾ പറയാറുണ്ട്, ആ ജസ്റ്റ് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ ഇപ്പൊ അത് കിട്ടിയേനെ എന്ന് പറയുന്ന ആളുകൾ. ഇപ്പൊ കിട്ടിയേനെ, പക്ഷേ അത് കിട്ടിയില്ല. അത് കിട്ടാത്തതെന്താണ്? അല്ലാഹു വിധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. അല്ലാഹു വിധിച്ചാൽ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യും? നമ്മളിലേക്ക് വന്നു ചേരും. അല്ലാഹു ഒരു ഖൈർ നമ്മളിലേക്ക് ഉദ്ദേശിച്ചാൽ അത് വന്നു ചേരുക തന്നെ ചെയ്യും എന്ന ഉറച്ച വിശ്വാസം അത് മുഅ്മിനിന്റെ നിലപാടായി നമ്മൾ സ്വീകരിക്കണം. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനരാത്രങ്ങൾ എന്നത് ഏറെ ശ്രേഷ്ഠമായ ആ ദിവസങ്ങൾ, അതിലെ പകലുകൾ ഏറെ ശ്രേഷ്ഠമാണ്. സൽക്രമങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളെ നമ്മൾ പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്തണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മുടെ ദാനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, ജമ്മു കാശ്മീരിൽ നിന്നൊരു സഹോദരൻ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാ കഴിയണ മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് സഹായിച്ചിട്ടുണ്ട്. അവിടെ ഒരു പള്ളി പണിയണതുമായിട്ട് ബന്ധപ്പെട്ട് മസ്ജിദ് അവിടെ നിർമ്മിച്ചിരുന്നു. അൽഹംദുലില്ലാഹ് അപ്പോൾ അത് പൂർത്തിയായി. അതിൻ്റെ കീഴിലൊരു സ്ഥാപനമൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം ആ ദീനിന്റെ മാർഗത്തിൽ വേറൊന്നും ആഗ്രഹിക്കാതെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയതാണ്. ഇഖ്ലാസോടു കൂടി വന്ന ആളുകളെ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ സഹായിക്കണം. അതുകൊണ്ട് നമ്മളാ കഴിയണ ഒരു സഹായം അവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ള, പള്ളി പൂർത്തിയായി, ഇനി നമുക്ക് അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ഇൻഷാ അല്ലാഹ് അവർ ഒരുക്കുന്നുണ്ട്. കുട്ടികളിപ്പോൾ ഉണ്ട് നിലവിൽ. അവിടെ ഡെസ്കും ബെഞ്ചും ഒക്കെ ആയിട്ട് ഏകദേശം 2 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സ്വരൂപിക്കാനുണ്ട്. നമ്മളാ കഴിയണ എന്താണോ മാക്സിമം, ഒരു ഡെസ്കിനും ബെഞ്ചിനുമായിട്ട് അവർ കാണുന്നത് 2270 രൂപയാണ്. നമ്മളാ കഴിയണ ഒരു ഡെസ്ക് ബെഞ്ചും ആണെങ്കിൽ അങ്ങനെ ഓഫർ ചെയ്ത് അതിന്റെ പണം അദ്ദേഹത്തിന് ഏൽപ്പിക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവുക. ഇങ്ങനെ നമ്മളെ തേടിയെത്തുന്ന ചില നന്മകൾ, നമ്മുടെ അടുക്കലെത്തുന്ന നന്മകൾ നമ്മൾ തട്ടിക്കളയാതെ അതിലേക്ക് നമ്മൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത് അതാണ് നമ്മുടെ പരലോകത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ അമലുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. ഈ നാളുകളിലെ സ്വതക്കകൾക്ക് ദുനിയാവിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പകലുകളാണ്. ആ പകലുകളെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മത്സരിക്കുന്ന മുഅ്മിനുകളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കുന്ന റഹ്മാനെ, അല്ലാഹുവേ, ഉളുഹയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിർവഹിക്കാനിരിക്കുന്ന ബലികർമ്മം അതെല്ലാം അതിന്റെ നീയത്തും അതിന്റെ എല്ലാ നിലക്കുള്ള പരിപൂർണതയിലും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അതിന്റെ ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറ വമുഖാമ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിന അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.